ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാൻ ലോകമെമ്പാടും നടക്കുന്ന ഇടപെടലുകൾ മനുഷ്യരാശിക്ക് ഒന്നാകെ വേണ്ടിയാണ്. ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാതെ ദുരിതത്തിന്റെ പടുകുഴിയിലായവരെ കരകയറ്റാൻ ഭരണകൂടം പ്രതിജ്ഞാബദ്ധവുമാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. രണ്ടാമത് അധികാരത്തിലെത്തിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ഒന്നാമത്തെ തീരുമാനവും ഇതായിരുന്നു. നാളെ കേരളപ്പിറവി ദിനമാണ്. നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ കേരളപ്പിറവിയുടെ ഹൈലൈറ്റ്. എന്താണ് അതിദാരിദ്ര്യം? എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മുടെ സംസ്ഥാനം മോചിതമായത്? എന്തൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങൾ? നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ആദ്യം ഇപ്പോൾ ചർച്ച നടക്കുന്നത് ആരാണ് അതിദരിദ്രർ എന്നതിലാണ്. ആരാണ് അതിദരിദ്രർ? ആ ചോദ്യത്തിന്റെ ഉത്തരം ഇതാ ഇവിടെയുണ്ട്. ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താങ്ങാനാകാത്ത അവസ്ഥ, അതിനെയാണ് നമ്മൾ അതിദാരിദ്ര്യം എന്ന് പറയുന്നത്. ലോകബാങ്കിന്റെ നിർവചനമനുസരിച്ച് 180 രൂപയിൽ താഴെ വരുമാനം മാത്രമുള്ളവരാണ് ഈ ശ്രേണിയിൽ വരിക. ഇനി കുടുംബശ്രീ വഴി സർക്കാർ നടത്തിയ വിവരശേഖരണം, സർവേ, ഈ സർവേ ഏതാണ് എന്നൊക്കെയുള്ള ക്വറി വന്നതുകൊണ്ടാണ് ഇതാണ് സർവേ എന്ന് പറയുന്നത്. 64,006 കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത്. ഓരോ കുടുംബത്തിനുമായിട്ടുള്ള ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കി. വിവിധ സർക്കാർ പദ്ധതികൾ യോജിപ്പിച്ചു. പ്രത്യേക സേവനങ്ങളും പദ്ധതികളുമൊക്കെ ആവിഷ്കരിച്ചു. 1000 കോടിയിൽ അധികം രൂപയാണ് ഈ പദ്ധതിക്കായിട്ട് ചെലവഴിച്ചത്. അപ്പോൾ അതിദരിദ്രമുക്ത സംസ്ഥാനമാകുന്നതിന്റെ ആ ഒരു ഫോർമാറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതിലേക്കാണ് നമ്മൾ വിശദമായി പോകുന്നത്. ഇതോടൊപ്പം ഈ കുടുംബങ്ങൾക്കുള്ള സഹായം അതെങ്ങനെയൊക്കെയാണ് എത്തിച്ചത്? വീടുകൾ നിർമ്മിച്ചു. വീടുകളുടെ എണ്ണം 5422 430 കുടുംബങ്ങൾക്ക് 28.32 ഏക്കർ ഭൂമി. 4394 കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ, ആരോഗ്യ സഹായ ഉപകരണങ്ങൾ, ചികിത്സാ സഹായം, അങ്ങനെ പോകുന്നു സഹായം. ഇതുമാത്രമല്ല കേട്ടോ, വേറെയുമുണ്ട്. 5777 വ്യക്തികൾക്ക് സാന്ത്വന പരിചരണം, 20,648 കുടുംബങ്ങൾക്ക് ഭക്ഷണം. ഒരാൾ മാത്രമുള്ള കുടുംബം, ഏകാംഗ കുടുംബം എന്നാണ് അതിനെ ആ യൂണിറ്റിനെ പറയുന്നത്. 428 പേരാണ് അങ്ങനെ ഒരാൾ മാത്രമായി ജീവിക്കുന്നത്. ഒന്നിലധികം അംഗങ്ങളുള്ള 520 കുടുംബങ്ങളെയും ഷെൽട്ടർ ഹോമുകളിലാക്കി. 5583 കുട്ടികൾക്ക് വിദ്യാഭ്യാസ പിന്തുണയും നൽകിയിരിക്കുകയാണ്. ഇനി ഇത്രയൊക്കെ ചെയ്യുമ്പോഴും, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴും ഉയരുന്ന വിമർശനങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം, ആധികാരികമായിട്ടുള്ള പഠന റിപ്പോർട്ട് എവിടെ? അത് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും സർക്കാരിന് ഒരു തുറന്ന കത്തെഴുതി. കഴിഞ്ഞ ദിവസം ആ കത്തിൽ അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തേത്, ഈ അതിദരിദ്രരെ നിങ്ങൾ നിർണയിച്ച മാനദണ്ഡം എങ്ങനെയാണ്? അതുപോലെ തന്നെ സർവേ നടത്തിയെന്ന് പറഞ്ഞല്ലോ, സർവേ നടത്തിയത് ഏത് സമിതിയാണോ? അതൊരു ആധികാരിക സമിതിയാണോ? അതോടൊപ്പം ശേഖരിച്ച ഡാറ്റ, ആ ഡാറ്റയ്ക്ക് ആധാരമായി നിങ്ങൾ എടുത്തത് ഏത് പഠന റിപ്പോർട്ടാണ്? അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നത്, ഏറ്റവും ദരിദ്രർ എന്ന് പറയുന്ന AAY അതിൽ 5.92 ലക്ഷം കുടുംബങ്ങളാണുള്ളത്. പിന്നെ എങ്ങനെയാണ് അതിദരിദ്രർ എന്ന് പറയുന്നത് 64,006 മാറുന്നത്? അങ്ങനെയാണെങ്കിൽ മഞ്ഞക്കാട് ഉടമകൾക്ക് സഹായം മുടങ്ങുമോ? 2002 ആശ്രയ പദ്ധതിയിൽ കണ്ടെത്തിയത് 1,18,309 കുടുംബങ്ങളെയാണ്. അപ്പോൾ അവർ ഈ അതിദരിദ്രർ എന്ന കാറ്റഗറിയിൽ വരില്ലേ എന്ന ചോദ്യവും ഈ തുറന്ന കത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ആ അതിദാരിദ്ര്യ ഇതൊരു അവസ്ഥയാണ്. ആ അവസ്ഥ മറികടന്നതിന് എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വസ്തുതാപരമായ പിൻബലം? ഇവർ അതിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടെത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ചോദ്യത്തിന് മറുപടി വേണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പദ്ധതിക്ക് കേന്ദ്ര ആനുകൂല്യം ലഭിച്ചോ? മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് ആസൂത്രണ സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പുകളുമായി കൂടിയാലോചനയൊക്കെ നടത്തിയാണോ ഈ സർവേകൾ നടത്തിയത്? എന്നീ ചോദ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിമർശനങ്ങളായി നമ്മുടെ മുന്നിലുള്ളത്. അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനത്തിലെ ആധികാരികതയാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത് എന്ന് ചുരുക്കത്തിൽ പറയാം. അതിദരിദ്രരെ കണ്ടെത്തിയ മാനദണ്ഡം സർക്കാർ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം വിമർശിക്കുന്നവർ വസ്തുത മനസ്സിലാക്കണമെന്നാണ് ഇന്ന് തദ്ദേശ മന്ത്രി MP രാജേഷ് പറഞ്ഞത്. ജനപങ്കാളിത്തത്തോടെ നടന്ന പ്രക്രിയയാണെന്നും മന്ത്രി വിശദീകരിച്ചു. നമുക്ക് മന്ത്രിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് സമ്മതിച്ചുകൊണ്ടാണ്, പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് ഇന്ത്യ ഗവൺമെൻറ്റിനാണ്, മോദി ഗവൺമെൻറ്റിനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്താവന കാണുകയുണ്ടായി. ഇതുപോലുള്ള കാര്യങ്ങളെ അത്രമാത്രം ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ പാടില്ല. അതൊരു പ്രചാരവേലയാക്കുന്നതും അസ്വീകാര്യമാണ്. രാഷ്ട്രീയ പ്രചാരവേലയുടെ വക്താക്കളായി മാറുന്നതും അസ്വീകാര്യമാണ് എന്ന് വിനീതമായിട്ട് ഞാൻ പറയട്ടെ. സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത്. അതായത് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ്. സർക്കാർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്, 64,000 പേരുടെ പേര്. അത് എവിടെ നിന്നാണ് അത് ഉണ്ടാക്കിയത്? എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാറ്റഗറിയിൽ പെട്ടവർ പുറത്തു നിൽക്കുമ്പോൾ കേരളം അതീവ ദരിദ്ര രഹിത സംസ്ഥാനമായി എന്നുള്ള പ്രഖ്യാപനം തെറ്റാണ്, കള്ളപ്രചരണമാണ്. ഇതിൽ നിന്ന് പിന്മാറും. ഞങ്ങളുടെ റോള് വിദൂഷകരുടെ റോളല്ലല്ലോ, പ്രതിപക്ഷത്തിന്റെ റോള് വിദൂഷകരുടെ റോളല്ല. വിദൂഷകരൊക്കെ പാർട്ടിയിൽ കാണും, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്.
യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് യാതൊരു ബന്ധമില്ലത്. അവരൊക്കെ അത് മനസ്സിലാക്കി പോകാതിരിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. കള്ളക്കണക്കിന്റെ കൊട്ടാരം എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. നാളെ നിയമസഭയിൽ ഈ പ്രഖ്യാപനം നടക്കുമ്പോൾ ആ കൊട്ടാരം പൊളിക്കാനുള്ള പ്രതിഷേധം അപ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കാമോ? ഈ പട്ടികയിൽ പെടാതെ പോയവരെ കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ അതാ തുറന്ന കത്തിലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നല്ലോ. അതിന് മന്ത്രിക്ക് മറുപടി ഉണ്ടായിരുന്നു. സുജയ, നാളെ സ്വാഭാവികമായും നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ ആദ്യം അറിയേണ്ടിയിരുന്നത് പ്രതിപക്ഷം പങ്കെടുക്കുമോ ഇല്ലയോ എന്നതായിരുന്നു. അതിൽ അവർ പങ്കെടുക്കുമെന്ന് ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ വെറുതെ അങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം ചട്ടം 300 അനുസരിച്ചുള്ളത് കേട്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയായിരിക്കുമോ പ്രതിപക്ഷം ചെയ്യുക എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നാളെ രാവിലെ 8 മണിക്ക് UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചിട്ടുണ്ട്. അതിലായിരിക്കും നിയമസഭയിൽ ഏത് രീതിയിലാണ് ഇടപെടേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇതിൽ സർക്കാർ വലിയൊരു പദ്ധതിയായി അല്ലെങ്കിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം നടപ്പിലാക്കുന്നു എന്ന തരത്തിൽ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു പദ്ധതി ആദ്യമാണെന്ന തരത്തിൽ വലിയ ഉദ്ഘാടന പരിപാടികളാണ് നാളെ നിയമസഭയിൽ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തും. വൈകിട്ട് മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ ഈ 3 പേരും പങ്കെടുക്കുന്ന മറ്റൊരു പരിപാടി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. ഇതിന് UDF രാഷ്ട്രീയമായി തന്നെ എതിർക്കുകയാണ്. അതിൽ നേരത്തെ സുജയ പറഞ്ഞ 5,29,000 പേർ മഞ്ഞക്കാടുള്ള ആളുകൾ, അവർക്ക് കേന്ദ്ര സർക്കാർ അരിയും ഗോതമ്പും സൗജന്യമായി നൽകുന്നുണ്ട്. ഇനി അവർ അതിദരിദ്രർ എന്ന കാറ്റഗറിയിലുള്ളവരാണ്. അത്രയും ആളുകൾ അതിനകത്തുള്ളപ്പോൾ 64,006 പേര് എങ്ങനെ വന്നു എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. മറ്റൊന്ന്, 2011 സെൻസസ് അനുസരിച്ച് 4,58,000 ആദിവാസികൾ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സംസ്ഥാനത്തുണ്ട്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഈ 64,006 വന്നു? അതിലാകെ 6,400 ആദിവാസികൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു ഓട്ടക്കണക്കാണ് എന്ന് പറയുന്നു. നമ്മൾ ഈ കണക്കിന്റെ ആധികാരികത മന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ചിരുന്നു. ആരൊക്കെയാണ്, ഓരോ ജില്ലയിലുള്ളവരുടെ എണ്ണം തന്നിട്ടുണ്ട്, അത് ആരൊക്കെയാണ് എന്ന ലിസ്റ്റ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ സ്വകാര്യത മാനിച്ച് ഒരാളുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ കഴിയില്ല എന്നതായിരുന്നു MP രാജേഷിന്റെ ഓഫീസിന്റെ മറുപടി. എന്തായാലും നമുക്ക് ഇത്രയും നമ്മൾ കാത്തിരുന്നില്ലേ? വേഗവോളം കാത്തിരിക്കാമെങ്കിൽ അത് 6 ഓളം കാത്തിരിക്കാം, അങ്ങനെയല്ലേ പഴഞ്ചൊല്ല്? തെറ്റിപ്പോയെങ്കിൽ പ്രേക്ഷകർ പറയണം കേട്ടോ. അപ്പോൾ